ജീവിതം എന്ന് പറഞ്ഞാൽ 100% സത്യസന്ധമായ ഒരു പൊതുജീവിതം എൻ്റെത്. ഞാൻ ആരോടൊന്നും വാങ്ങാനോ അല്ലെങ്കിൽ ഒന്നും അഴിമതി നടത്താനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേണ്ടിയിട്ടോ ഞാനൊരു കാലത്തും നിന്നിട്ടില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുണ്ട്, ഞാൻ അനുഭവിക്കുന്നുണ്ട്, സ്വയം അനുഭവിക്കാമെന്ന് എൻ്റെ കുടുംബം അനുഭവിക്കുന്നുണ്ട്. അതിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല. പാർട്ടിക്ക് വേണ്ടിയല്ലേ, പാർട്ടിക്ക് വേണ്ടി ഇനിയും എന്തുവേണമെങ്കിലും ചെയ്യും, ഒരു കുഴപ്പമില്ല കാര്യത്തിൽ. ഒരാളുടെ യോഗ്യതയൊക്കെ നിശ്ചയിക്കുന്ന ആൾ പ്രവർത്തനത്തിലല്ലേ, അത് മോശം വരാനൊന്നും കാര്യമില്ല. കാരണം KSU ജില്ലാ പ്രസിഡൻ്റൊക്കെ ആയി ഞാനാണ് അയാളെ ഉയർത്തി കൈപിടിച്ച് കൊണ്ടുവന്നത് ഒരു കാലഘട്ടത്തിൽ. പ്രവർത്തിക്കുന്നുള്ള ബോധ്യം എനിക്കുമുണ്ട്. പ്രവർത്തിക്കും, ഞാൻ സഹായിക്കും. പാർട്ടി പ്രവർത്തന നിലയ്ക്ക് എനിക്കൊരു വിട്ടുവീഴ്ചയില്ല, മാറി നിൽക്കേണ്ട പ്രശ്നം അക്കാര്യത്തിലില്ല. നല്ല കാര്യം. അതന്നെ TJ തൊണ്ണൂറ്റൊന്നിൽ KSU ജില്ലാ പ്രസിഡന്റ് ആക്കുന്നത് ഞാനാണ്. കുറേ വാഗ്വാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക്, പക്ഷേ പ്രസിഡന്റ് ആക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പം ഞാൻ എന്നോട് കഴിഞ്ഞ ദിവസം വരെ ഒന്നിച്ചാണ് പോയിക്കൊണ്ടിരുന്നത് ഞങ്ങളൊക്കെ. വ്യത്യാസമൊന്നുമില്ല കാര്യത്തിൽ. പിന്നെ സംശയം എന്താ, പാർട്ടിയുടെ കാര്യത്തിൽ ഇപ്പോൾ ആര് വന്നാലും ഏതാൾ വെച്ചാലും പാർട്ടി നേതൃസ്ഥാനത്ത് വെച്ചാലും അംഗീകരിക്കുക, അവരോടൊപ്പം പ്രവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. ഞാനത് നിർവഹിക്കും. എനിക്ക് ഔട്ട് ഓഫ് വേ ഒരു ഇൻട്രസ്റ്റ് ഇക്കാര്യത്തിലില്ല. അറിയാലോ, പൊതുജനത്തോട് ഞാൻ പറയണം. ഈ വിഷയത്തിലൊക്കെ അപ്പച്ചേട്ടന് മാത്രമായി ഒരു എന്താ പറയുക നേരെ നടപടി വന്നു എന്നുള്ള ഒരു അഭിപ്രായം? നടപടിയല്ല. ഞാൻ സ്വയമേവ തീരുമാനിച്ചു കൊടുത്തല്ലേ എന്നെ ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടല്ലോ. എന്തായിരുന്നു അതിന് കാരണം? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ എൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ അതന്നെ, വേറെ ഒന്നുമല്ല. 14 വർഷം എൻ്റെ ഓർമ്മയില്ല. അല്ല, 14 12 വർഷം ആദ്യം ഞാൻ ഇലക്ടഡ് DCC പ്രസിഡൻ്റായിരുന്നു. 91 പ്രസിഡൻ്റായി 2002 വരെ ഞാൻ MLA ആയതിനു ശേഷമാണ് KP തോമസിന് ചുമതല കൈമാറുന്നത്. പിന്നെ അതിനുശേഷം പിന്നീട് KPC എക്സിക്യൂട്ടീവിലും UDFൻ്റെ കൺവീനറായിട്ടും മറ്റൊക്കെ പല തരത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പം അടുത്ത് കഴിഞ്ഞ 2021 ആഗസ്റ്റ് മാസം 4-ാം തീയതിയാണ് എന്നെ ബഹുമാന്യനായ ശ്രീ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ AICCയുടെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ കൂടി എന്നെ നിയമിക്കുന്നത് DC പ്രസിഡൻ്റായിട്ട്. ഞാൻ ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല, അവർ തീരുമാനം എടുത്തു, ഞാൻ അംഗീകരിച്ചു, ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അതിനിടയ്ക്കൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ വയനാട്ടിലുണ്ടായി, അതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല. പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, പലർക്കും പല താല്പര്യങ്ങളുണ്ടാകാമായിരിക്കാം. അത് പരിശോധിക്കാനും പോയിട്ടില്ല, സംസാരിക്കാനും ഞാൻ പോയിട്ടില്ല കാര്യത്തിൽ പറ്റി. അങ്ങ് DCC പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് നിർണായകമായ പല തീരുമാനങ്ങൾ, ഗാന്ധി കുടുംബം മത്സരിക്കാൻ വരുന്നു, വിജയിച്ചു, പല കൽപ്പറ്റയിൽ ഉൾപ്പെടെ ജയിക്കാൻ പറ്റി, അങ്ങനെ കുറേ നിർണായകമായ സമയമുണ്ട്. അപ്പോൾ പിന്നീട് വിവാദങ്ങളും വന്നു. വിവാദങ്ങളുടെ സമയത്തൊക്കെ എന്താ അങ്ങയുടെ പേരിലേക്ക് വിവാദം വന്നപ്പോൾ ഒരു പിന്തുണ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയോ യഥാർത്ഥത്തിൽ? അല്ല, നേതൃത്വത്തിന് KPCC നേതൃത്വത്തിന് പൂർണ്ണമായിട്ട് എൻ്റെ ഇതിലൊക്കെ ഉള്ള പങ്ക്, ഞാൻ ആരാണെന്ന് ഞാൻ എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് ഇവർക്ക് ബോധ്യമുണ്ട്. ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിക്കും അറിയാം കാര്യം, KC വേണുഗോപാലിനും അറിയാം, സണ്ണി ജോസഫ് സാറിനും അറിയാം, എല്ലാവർക്കും അറിയാം. കേന്ദ്രീകരിക്കപ്പെട്ടത് അപ്പൻചേട്ടൻ്റെ ഒരു പേരിലേക്കാണല്ലോ, അതിലൊരു വിഷമം തോന്നിയോ? അല്ല, കേന്ദ്രീകരിക്കപ്പെട്ടിട്ടില്ലല്ലോ. ഞാനും ഒരു കക്ഷിയായി അതിനകത്ത്. വിജയൻ എഴുതി വെച്ച കുറിപ്പിൽ എൻ്റെ പേര് എഴുതി വെച്ചിരിക്കുന്നു. ഞാനും കൂടെ അറിഞ്ഞുകൊണ്ട് പൈസ വാങ്ങിച്ചെന്ന് പറയുന്നു. പിന്നെ അയാൾ വക്കീൽ നോട്ടീസിന് മറുപടി കൊടുക്കും, പറയുന്നു എൻ്റെ മകൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ പലിശയ്ക്ക് ഒരാളുടെ 10 ലക്ഷം രൂപ വാങ്ങിച്ചാണെന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് മുൻകൂർ ജാമ്യം കിട്ടിയത് കേസിൽ. അതുമായി ബന്ധപ്പെട്ട് ശബ്ദ പരിശോധന അന്വേഷണ സംഘം അതൊക്കെ പരിശോധിച്ച് കൊടുത്തല്ലേ, കൊടുത്തു ഒരു കേസ് ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരിപ്പോൾ മറ്റാർക്കെങ്കിലും നടപടി വേണമെന്നോ അങ്ങനെ എന്തെങ്കിലും? ആർക്ക്? മറ്റാർക്കെങ്കിലും എതിരെ, അതായത് കോൺഗ്രസിനുണ്ടായ പ്രശ്നങ്ങൾ അത് പരിഹരിക്കപ്പെടേണ്ടത് എങ്ങനെയാണ് എന്നാണ് പറയാൻ? കോൺഗ്രസിലെ പ്രശ്നങ്ങളെ പറ്റിയൊന്നുമല്ല. മുള്ളംകൊല്ലിയായിരുന്നു വിഷയം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് 2-3 ദിവസം മുമ്പ് ഞാനും KPC നിയോഗിക്കപ്പെട്ട സജി ജോസഫ് MLAയും ജമീൽ ആലിപ്പറ്റയും ഞങ്ങളൊക്കെ കൊടുക്കുകയും എൻ്റെ അധ്യക്ഷതയിൽ തന്നെ യോഗം ചേർന്ന് ആ ഇഷ്യൂസ് എല്ലാം സെറ്റിൽ ചെയ്തു. യോജിച്ച് പോകാൻ തീരുമാനിച്ചു. അവരൊക്കെ പാർട്ടി തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു. അന്ന് പുറത്താക്കിയ ആൾക്കാരൊക്കെ അങ്ങനെ ഒരു നല്ല അന്തരീക്ഷത്തിലാണ് അന്ന് അവിടുന്ന് പിരിഞ്ഞത്. എന്തിനാ വിശ്രമിക്കുന്നതിന്? വിശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എനിക്കൊരു ദുഃഖമുണ്ട്. മനോരമ പത്രത്തിൽ നിന്ന് വന്ന ഹെഡിങ്, മനോരമയുടെ ആരോ ഉള്ള അവിടെ പത്രക്കാരും വന്നില്ലല്ലോ. അതെ, റിമൂവ്. ഐ ഡോണ്ട് നോ ദാറ്റ് അബൌട്ട് ഇറ്റ്. അതാണ് അതിന്റെ മറുപടി. ഞാൻ 4 പ്രാവശ്യം അങ്ങ് അവർ വന്നതിന് ശേഷം പ്രാവശ്യം കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, നേരിൽ ഒറ്റയ്ക്ക് സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷം 2-3 പ്രാവശ്യമായി കണ്ടു, സംസാരിച്ചു. അവസാനം ഞാനിവിടെ SNDP യോഗത്തിൻ്റെ ഗുരുനാരായണ മറ്റേതിൻ്റെ ജയന്തിൻ്റെ ഒരു ഇതായിട്ട് പരിപാടിക്ക് വന്ന സമയത്ത് അവിടുന്ന് കണ്ടു, സംസാരിച്ചു, ഷാളൊക്കെ ഇട്ടു, സ്വീകരിച്ചു,
സംസാരിച്ച് എന്നിട്ട് അന്ന് അവരിവിടുന്ന് ദിശ മീറ്റിംഗ് കഴിഞ്ഞ് പോയതാണ് അവർ. ഇപ്പോൾ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുക, ഇപ്പോൾ ഇങ്ങനെ പ്രിയങ്ക ഗാന്ധി വന്നപ്പം അത് ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടേ ഈ ഇംഗ്ലീഷ് ദിനപത്രത്തിലൊക്കെ പറഞ്ഞ അവർ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിരുന്നോ? ഈ അറിയില്ല DCCക്ക് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരം ഉണ്ടായിരുന്നു? അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അത് ഇപ്പോഴത്തെ പ്രോഗ്രാം എടുത്ത് തീരുമാനിക്കുന്നത് പിന്നെ MB ഓഫീസിലാണ്. നമ്മളല്ല, ഡേ ടു ഡേ പ്രോഗ്രാമാണ്. ഒരു കറണ്ട് പ്രോഗ്രാമായിട്ട് നേരിട്ട് 6 ദിവസത്തെ പരിപാടി ഒന്നായിട്ട് തയ്യാറാക്കിയിട്ടില്ല ഇപ്രാവശ്യം. അവരെന്നോട് പറഞ്ഞു, എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അവർ സോഷ്യൽ സർവീസ് ഓർഗനൈസേഷൻസും അതുപോലെ വ്യക്തികളെയും അതുപോലെ തന്നെ മറ്റുള്ള സാമൂഹിക സംഘടനകളൊക്കെ കണ്ട് സംസാരിക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ അറിയണം, മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിനെ സംബന്ധിച്ചറിയണം, രാത്രി യാത്രയെ സംബന്ധിച്ചറിയണം, നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ സംബന്ധിച്ചറിയണം. ഇതൊക്കെയാണ് പറഞ്ഞവർ. അതൊക്കെയാണ് അവർ അന്വേഷിച്ചത്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഏയ് നോനോ, ഒരിക്കലും അല്ല അങ്ങനെ. ഞാൻ അങ്ങനെ പറയും തോന്നുന്നുണ്ടോ? അങ്ങനെ ഞാൻ പറയുമോ? അതെ, ഇന്നിപ്പോൾ പിന്നെ ഇത് മനോരമയിൽ വന്ന വാർത്ത അങ്ങനെ തന്നെയല്ലേ ഇന്ന് വന്നത്. ഞാൻ മനസ്സറിവുണ്ടേ തിരക്കില്ല, ഞാൻ സമ്മതിക്കും. എനിക്ക് അതിന് കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ പൊതുജീവിതം എന്ന് പറഞ്ഞാൽ 100% സത്യസന്ധമായ ഒരു പൊതുജീവിതം എൻ്റെത്. ഞാൻ ആരോടൊന്നും വാങ്ങാനോ അല്ലെങ്കിൽ ഒന്നും അഴിമതി നടത്താനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേണ്ടിയിട്ടോ ഞാനൊരു കാലത്തും നിന്നിട്ടില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുണ്ട്, ഞാൻ അനുഭവിക്കുന്നുണ്ട്, സ്വയം അനുഭവിക്കാമെന്ന് എൻ്റെ കുടുംബം അനുഭവിക്കുന്നുണ്ട്. അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല. പാർട്ടിക്ക് വേണ്ടിയല്ലേ, പാർട്ടിക്ക് വേണ്ടി ഇനിയും എന്തുവേണമെങ്കിലും ചെയ്യും, ഒരു കുഴപ്പമില്ല കാര്യത്തിൽ. ഉണ്ടാവും, അവരെന്നെ പരിഗണിക്കാണ്ടിരിക്കില്ലല്ലോ. അവരിപ്പോൾ ഇന്നിപ്പോൾ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ എന്നെ ACC മെമ്പറായിട്ട് അവർ എടുത്തല്ലോ. അവരിപ്പോൾ പരിഗണിച്ചവർ എന്നെ അവർ ഒഴിവാക്കിയില്ല. ഒന്നുമില്ലാണ്ട് എന്നെ ഇവിടുന്ന് പടിയിറക്കി വിടുന്ന വിധത്തിലല്ലല്ലോ വിട്ടവർ. അത് ചെയ്തല്ലോ. ഇന്നലെ പിന്നെ നമ്മുടെ ACCയുടെ ബഹുമാനായ പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെജി അന്നത്തെ വാർത്ത എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് വാട്സപ്പിൽ. അതൊന്നും പ്രശ്നമില്ല. മല്ലികാർജ്ജുന ഖാർഗെ എന്താ അയച്ചത്? അത് ഇത് തന്നെ ഇങ്ങനെ ICC ഇയാളെ പുതിയ DC പ്രസിഡന്റ് ആക്കിയിട്ട് എന്നെ ഇങ്ങനെ നിയമിച്ചിട്ട് ഉത്തരവിറക്കിട്ടോ.